ദിവസം മുതൽ വിവാഹം കഴിഞ്ഞ ആ ദിവസം മുതൽ ഇന്ന് വരെ ഏതാണ്ട് ഒരു 7 ദിവസം ഇവരനുഭവിച്ചതൊരുപക്ഷെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത വിധമുള്ള പ്രയാസങ്ങളും ആശങ്കകളും ആകുലതകളും വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് റുഷ്ദ എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയ ഒരു പാട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ ആ പാട്ട് ഏതാണെന്ന് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അതന്നെ ഭാര്യ സമ്മതി സക്കാഫിന്ന് കാത്തിരിപ്പാണ് എന്ന് തുടങ്ങുന്ന ആ പാട്ട് തന്നെ. ആദ്യം നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കേട്ടല്ലോ, ഈ പാട്ടിലെ റുസ്തമോൾ റുസ്തബോൺ എന്നുള്ള വരിയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ കാണാത്ത കാഴ്ച സമയത്ത് കാണിക്കുമെന്ന വരികളും ഇപ്പൊ വിവാദമായി മാറിയിട്ടുണ്ട്. ഇതൊക്കെ വിവാദമാകാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ പാട്ടുകളെല്ലാം പാടിയത് ഇസ്ലാമിക പണ്ഡിതരുടെ വേഷം ധരിച്ച ചിലർ ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ്. സംഭവം ഈ ഉസ്താദുമാർ തന്നെയാണ്. ചില ഇസ്ലാമിക പരിപാടികൾ നടക്കുന്ന സമയത്ത് ഇവരവിടെ മുഹമ്മദ് നബിയുടെ മദ്ഹുകൾ പാടാറുണ്ട്. മദ്ഹ് എന്ന് പറഞ്ഞാൽ നബിയെ പുകഴ്ത്തിക്കൊണ്ട് പാടുക എന്നുള്ളതാണ്. അങ്ങനെ പല വേദികളിലും ഇത്തരം മദ്ഹുകൾ പാടുന്ന ഒരു ടീമാണ് ഈ പാട്ടും പാടിയിട്ടുള്ളത്. ഈ ടീമിലുള്ള ആളാണ് നമ്മുടെ കഥാനായകൻ സമദ് സക്കാഫി. അദ്ദേഹത്തിന്റെ കല്യാണ തലേന്നാണ് ഈ പാട്ട് പരിപാടി നടക്കുന്നത്. പാടുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഇവരെല്ലാവരും ഒരുമിച്ച് പല വേദികളിലും പാടിയിട്ടുള്ള ആളുകളാണല്ലോ. സോ കൂട്ടുകാരന്റെ കല്യാണം അടിപൊളിയാക്കുക എന്ന ഉദ്ദേശം കൊണ്ടാണ് അവർ ഈ പാട്ട് പാടിയിട്ടുള്ളത്. സംഭവം സാധാരണ കല്യാണങ്ങളിൽ ഇതുപോലെ കൂട്ടുകാരൊക്കെ കല്യാണ ചെക്കന്റെയും പെണ്ണിന്റെയും ഒക്കെ പേര് വെച്ച് പാട്ടുകൾ പാടാറുണ്ട്. അതൊക്കെ ഒരു തമാശയായി അവസാനിക്കാറാണ് പതിവ്. പക്ഷെ ഇവിടെ പാടിയത് ഉസ്താദുമാരാണ്. അതുകൊണ്ട് തന്നെ സംഭവം വലിയ വിവാദമായി മാറി. ഈ പാട്ടിനെ ആസ്വദിച്ച കുറെ ആളുകൾ ഉണ്ട് കേട്ടോ. പക്ഷെ അതുപോലെ തന്നെ വിമർശിച്ച കുറെ ആളുകളുമുണ്ട്. ഇസ്ലാം മതത്തെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തി എന്ന് പറഞ്ഞവരുമുണ്ട്. എന്തായാലും ഒരുപാട് ആളുകൾ ഈ പാട്ട് വെച്ച് റീലുകൾ ചെയ്യാൻ തുടങ്ങിയതോടെ സംഭവം കൈവിട്ടു പോയി. എനിക്കാണെങ്കിൽ ആദ്യമായി ഈ പാട്ട് കേട്ടപ്പോൾ ഭയങ്കര ഫണ്ണായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ അതിങ്ങനെ കൈവിട്ട് പോയത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് റുസ്തമോൾ എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ചാണ്. കാരണം ഈ ഒരു വരി ഉപയോഗിച്ചിട്ടാണ് ആളുകൾ ഏറ്റവും കൂടുതൽ തമാശകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കല്യാണം എന്ന് പറയുമ്പോൾ ചിലതൊക്കെ അതിശയങ്ങളായി മാറിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ജസ്റ്റ് കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയല്ലേ, താൻ മനസ്സാ വാചകം അറിയാത്ത ഒരു കാര്യത്തിൽ തന്റെ പേര് വെച്ച് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ എന്തായിരിക്കും ആ പെൺകുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഥാനായകനായിട്ടുള്ള സമദ് സക്കാഫിയുടെ പോലത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വലിയ വിഭാഗം ഇസ്ലാം മതവിശ്വാസികളും മതത്തെ അവഹേളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഈ പാട്ടിനെതിരെയും പാട്ട് പാടിയവർക്കെതിരെയും ഒക്കെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ കുറ്റം പറയുമെന്നല്ല, കാരണം തൊട്ടതും പിടിച്ചതും ഒക്കെ ഹറാമാണെന്ന് പറഞ്ഞു നടക്കുന്ന ഉസ്താദുമാര് തന്നെ ഇമാതിരി പരിപാടി കാണിക്കുമ്പോൾ ആളുകൾ ചോദ്യം ചെയ്യുന്നത് സ്വാഭാവികമാണല്ലോ. ഒരു പാട്ടെന്ന നിലയ്ക്ക് നോക്കിയാണ്. ഉസ്താദുമാർക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നു ഇത് പാടിയതെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഉസ്താദുമാർ പാടുമ്പോൾ ഇതൊക്കെ ഇരട്ടത്താപ്പായിട്ടാണ് ആളുകൾക്ക് ഫീൽ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ പാട്ട് പാടരുത്, മ്യൂസിക് കേൾക്കരുത്, കല്യാണ തലേന്ന് പാട്ട് പരിപാടികളൊന്നും വെക്കരുത്, അതൊക്കെ ഹറാമാണ്, ഇസ്ലാം മതത്തിന് ചേർന്നതല്ല എന്നൊക്കെ പറയുന്ന വലിയ വിഭാഗം മതപണ്ഡിതന്മാരുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന ആളുകൾ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം വിശ്വാസികൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. ആശാൻ അടുപ്പിലും ആകാം എന്ന പരിപാടി ശരിയല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന വിമർശനം ഒരുപാട് ഉസ്താദുമാർ ഇപ്പൊ കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ പാട്ട് ട്രെൻഡിങ് ആയതോടെ ഏറ്റവും ബുദ്ധിമുട്ടിലായത് നമ്മുടെ റുസ്തമോളും സമദ് സക്കാഫിയും തന്നെയാണ്. ഒരു ഭാഗത്ത് ഈ പാട്ട് വെച്ചുകൊണ്ടുള്ള റീലുകൾ, മറുഭാഗത്ത് മതത്തിൽ നിന്നുള്ള വിമർശനങ്ങൾ. ഈ പാട്ട് കേട്ടിട്ടുള്ള പലർക്കും സമദ് സക്കാഫിക്ക് എന്താണ് പറയാനുണ്ടാവുക എന്നൊരു ക്യൂരിയോസിറ്റി ഉള്ളിൽ ചെറുതായിട്ടെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് സമദ് സക്കാഫിയുടെ പ്രതികരണം തന്നെയാണ്. ഒരു ഇന്റർവ്യൂ വെച്ച് അദ്ദേഹം തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അതിന് ചില ഭാഗങ്ങളും കൂടി കേട്ടു നോക്കാം. വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് കല്യാണം എന്നുള്ളത്. അപ്പോൾ ഈ കല്യാണമൊക്കെ നല്ല ഭംഗിയായി നടത്താനും ഈ കല്യാണം എങ്ങനെ നടത്തണം എന്നുള്ളതും ഓരോ സ്വപ്നങ്ങളാണ് ഓരോരുത്തരുടെ. അതിൽപ്പെട്ട എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു, ഞാൻ ഈ പാട്ടിൻ്റെ മേഖലയിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരുപാട് സദസ്സ് നേതൃത്വം കൊടുക്കാം. അങ്ങനെ മദ്ഹിൻ്റെ മേഖലയിൽ ഞാൻ ഉണ്ടായതുകൊണ്ട് എനിക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ കല്യാണമാകുമ്പോൾ എല്ലാവരും കല്യാണത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ക്ഷണം സ്വീകരിച്ച് എല്ലാവരും എത്തിപ്പെട്ടു. അങ്ങനെ അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ നല്ല രൂപത്തിൽ പാട്ടൊക്കെ പാടി നല്ല ഉഷാറാക്കി പരിപാടി അവതരിപ്പിച്ചു തന്നു. അതിൽ നമ്മൾ സുഹൃത്തിൽപ്പെട്ട ഈ പാട്ടിൻ്റെ മേഖലയിലുള്ള നമ്മളൊരു സുഹൃത്ത് തന്നെ മൂപ്പർക്ക് നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമല്ലേ, അപ്പോൾ ഒന്ന് ആവേശമാക്കി പാടാന്നുള്ള നിലക്ക് മൂപ്പര് കുറച്ച് ആവേശം കൂട്ടി പാടി. അതിൽ 1-2 വരികൾ പല രൂപത്തിലും അർത്ഥം വെക്കാവുന്ന പോലത്തുള്ള വരികളാണ്. അപ്പോൾ അങ്ങനെ പാടിയപ്പോൾ ആ ഒരു ലൈവും ഉണ്ടായ കാരണത്താൽ ആ ലൈവിൽ നിന്ന് ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തു.
അതിൽ ഋഷ്ണമോൾ എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഋഷ്ണമോൾ എന്ന് പറഞ്ഞ് അതിൽ ഒരു സിന്ദാബാദ് എന്നുള്ള ഒരു ക്യാപ്ഷനും കൊടുത്തു. അതങ്ങനെ ട്രോൾ രൂപത്തിൽ പ്രചരിപ്പിച്ചു. ആ പ്രചരണം ഉണ്ടായതോടുകൂടെയാണ് ഇത്രയും വലിയൊരു വിഷമത്തിലേക്ക് നമ്മൾ ഇരയായത് കുടുംബം. അതെ, ഇന്ന് എനിക്ക് തോന്നുന്നു അത് ആഘോഷിക്കാത്ത സോഷ്യൽ മീഡിയയിൽ ലൈവായി നിൽക്കുന്ന ആരും തന്നെ ഇല്ല എന്നുള്ളത്. അത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർ ആ പാട്ടിനെ പല രൂപത്തിലാക്കി. അതും ഈ പാട്ട് കേട്ട് ട്രോളുകൾ ഇറങ്ങിയതിൽ അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത്യാവശ്യം ട്രോളാനുള്ള ഒരു മുതലുണ്ടല്ലോ. പ്രത്യേകിച്ച് ചില വരികൾ, കാണാത്ത കാഴ്ച സമത് കാണിക്കും എന്നൊക്കെ ഉസ്താദ്മാർ ഇരുന്ന് പാടുമ്പോൾ ആരാരും ട്രോളി പോകും. ആ വരികളിലെ ദ്വയാർത്ഥങ്ങൾ കൊണ്ടാടപ്പെടും. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവർ തന്നെ ഇത് ചെയ്യുമ്പോൾ ആളുകൾ ട്രോൾ ചെയ്തത് ആഘോഷമാക്കിയതിന് ആരും കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് സംഭവം. ഇതൊക്കെ ഒരു വൈബാണ്. പാട്ടും ഡാൻസും ഒന്നും ഇല്ലാത്ത കല്യാണ തലേന്ന് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ബോറാണ്. പക്ഷെ എന്ത് പറയാനാണ്, ഉസ്താദന്മാരുടെ വേഷം അവരെ ചതിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബാക്കിയാണ് നോക്കാം. ഈ മലപ്പുറത്ത് കോട്ടയ്ക്കൽ നടന്ന വിവാഹത്തെക്കുറിച്ച് കൂടി പറയാം. അതായത് ആ പ്രദേശത്ത് ഒരു കാലത്ത് നടന്ന വിവാഹത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം നിലനിർത്തി വന്ന ഒരു കല്യാണം കൂടിയാണ്. ഇന്നത്തെ ഒരു ആഘോഷമൊന്നും അല്ലായിരുന്നു. എന്നാൽ ഞാനതിനെ വിശദമായി ഒന്ന് പഠിച്ചപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിൽ, ആ ഓഡിറ്റോറിയത്തിൻ്റെ പേരെന്താണ്? തവക്കൽ ഓഡിറ്റോറിയത്തിൽ തലേ ദിവസം അത്യാവശ്യം നല്ല നിലയിലുള്ള ഒരു സ്റ്റേജ് ഡെക്കറേഷൻ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം സമദിൻ്റെ വിവാഹം നടക്കുന്നത് കൊണ്ട് തന്നെ അവർ സമദിൻ്റെ വിവാഹത്തിന് വേണ്ടി അത് വിട്ടുകൊടുക്കുകയായിരുന്നു അല്ലേ. അതായത് വലിയ ചിലവൊന്നും ഇല്ലാതെ തന്നെ ആ മണ്ഡപത്തിൽ വെച്ച് തന്നെ വിവാഹം നടത്തിയെന്നുള്ളതല്ലാതെ സമദിൻ്റെ കയ്യിൽ ഒരുപാട് പൈസയോ അല്ലെങ്കിൽ സമദിൻ്റെ വീട്ടുകാരുടെ കയ്യിൽ ഒരുപാട് പൈസ ഉള്ളതുകൊണ്ട് ആഡംബര കല്യാണവും നടത്തിയതോ വലിയ പാട്ടാഘോഷമൊന്നും നടത്തിയതൊന്നും അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സമദിൻ്റെ വീട്ടുവിശേഷം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സമദിന് സ്വന്തമായി വീടില്ല എന്നാണ് അല്ലേ. സമദിന് സ്വന്തമായി ഒരു ഭവനം പോലും ഇല്ല. അദ്ദേഹം ആ നിലയിൽ ജീവിച്ചു പോകുന്ന, ആഘോഷിക്കാനോ അല്ലെങ്കിൽ ആഡംബരം കാണിക്കാനോ ഒന്നും നിവൃത്തിയില്ലാത്തൊരു മനുഷ്യൻ കൂടിയാണ്. എന്നാൽ ഇന്ന് അദ്ദേഹത്തെ വെച്ചുകൊണ്ട് പറയുന്നതൊക്കെയും കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സഹിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ കല്യാണം ആഡംബരമായി നടത്തിയാൽ തന്നെ ഇവിടെ എന്താ പ്രശ്നം? കല്യാണം എങ്ങനെ നടത്തണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ അളവനുസരിച്ച് ആഡംബരം കുറച്ചും കൂട്ടിയും ഒക്കെ കല്യാണം നടത്താം. അതൊക്കെ അത്രേ ഉള്ളൂ. ആഡംബരം പാടില്ല എന്ന് പ്രസംഗിച്ച് നടക്കുന്ന പല ഉസ്താദുമാർ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ ആഡംബര കല്യാണം നടത്തുന്നത്. ഈ അടുത്ത് പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നടന്ന കല്യാണമൊക്കെ വൻ വിവാദമായി മാറിയിട്ടുണ്ടായിരുന്നു. വൻ ആഡംബരത്തിലായിരുന്നു അവർ വിവാഹങ്ങൾ നടത്തിയിരുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്തതിന്റെ പ്രശ്നമാണ്. കുറച്ചും കൂടി മലയാളീകരിച്ച് പറഞ്ഞാണെങ്കിൽ ഊക്കും ഉപദേശവും ഒരുമിച്ച് വേണ്ട എന്നർത്ഥം. മതവിശ്വാസികൾ മേൽ ഓരോ വിലക്കുകൾ പറഞ്ഞിട്ട് ഈ പറയുന്നവർ തന്നെ അതിന് വിപരീതമായി പ്രവർത്തിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പിന്നെ അംബാനിയുടെ വീട്ടിൽ നടന്ന കല്യാണം വരെ ആഡംബര കല്യാണമാണെന്ന് പറഞ്ഞു നടന്ന ആൾക്കാരാണ് ഇവിടുത്തെ മലയാളികൾ. അതാണ് അവസ്ഥ. ബാക്കിയാണ് നോക്കാം. നിങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തവരിൽ മതപണ്ഡിതന്മാരുണ്ട്. അതിൽ കാരണമുണ്ട്, വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അല്ല, വെറുതെ അല്ല, അവർക്കത് വേദനിച്ചിട്ടുണ്ടായിരിക്കും. ചിലർ നിങ്ങളെ വളരെ വലിയ രീതിയിൽ ആക്രമിച്ചു. ആ ആക്രമിച്ചതിനകത്ത് ഇല്ലാത്ത വിഷയങ്ങളുണ്ട് അല്ലേ. അതായത് വിവാഹ സമയത്ത് റുഷ്ദ മണവാട്ടിയായി ഒരുങ്ങി വരുന്നു, മണ്ഡപത്തിലേക്ക് വരുന്നു, ബാക്കിയുള്ള എല്ലാവരും ഇരിക്കുന്നു, ആഘോഷിക്കുന്നു, കാണിക്കുന്നു, അങ്ങനെ പറയുന്ന ഒരു രീതിയിലേക്ക് ഇതിന് മാറ്റി. എന്നാൽ മനസ്സിലാക്കേണ്ടത്, ഞാൻ മുൻപ് പറഞ്ഞ മലബാറിലെ ഒരു കാലഘട്ടത്തിലെ പാരമ്പര്യം നിറഞ്ഞൊരു വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും പെൺകുട്ടിക്ക് ഈ ആണുങ്ങളിരിക്കുന്ന സദസ്സിലേക്ക് വരാൻ പോലും കഴിയില്ല. അങ്ങനെ മറ്റൊരു സ്ഥലത്താണ് പെൺകുട്ടിയും ഈ സ്ത്രീകളും അടങ്ങുന്ന സംഘം മറ്റൊരു സ്ഥലത്താണ്. അവർക്കും ഈ പുരുഷന്മാരിരിക്കുന്ന സ്ഥലവുമായിട്ട് വലിയ മറയുണ്ട് അല്ലേ. ആ മറയ്ക്ക് അപ്പുറവും ഇപ്പുറവുമാണ് ഇത് നടക്കുന്നതിൻ്റെ, തമ്മിൽ കാണാൻ പോലും കഴിയില്ല. അല്ലാതെ തന്നെ ഈ പെൺകുട്ടിക്ക് യാതൊരു വിധത്തിലും ഒരു ഫോട്ടോ പോലും ഒരാൾക്ക് എടുക്കാൻ കഴിയില്ല. ആ നിലയ്ക്ക് നടന്നിട്ടുള്ളൊരു വിവാഹമാണ്. എന്നാൽ സമദിൻ്റെ ഒരുപാട് ചിത്രങ്ങളൊക്കെ പലരും തെറ്റിദ്ധരിച്ചും സമദിൻ്റേതായിട്ടുള്ള പടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ വൈഫിൻ്റെ റുഷ്ദയുടെ ചിത്രങ്ങളൊന്നും ആർക്കും കിട്ടില്ല. കാരണം ഒരാൾക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ കഴിയാത്ത വിധം വളരെ മാന്യമായി നടന്നിട്ടുള്ളൊരു വിവാഹമാണ്. ശരി, കല്യാണ പെണ്ണിന് ഫോട്ടോ എടുക്കാത്തതും ആണിനും പെണ്ണിനും പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ പ്രത്യേകം മറയുള്ള കല്യാണ മണ്ഡപം ഒരുക്കുന്നതും ഒക്കെയാണോ മാന്യതയുടെ അളവുകോൽ? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. സംഭവം ഇദ്ദേഹം സമദ് സഖാഫിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചതാണ്. എല്ലാവരും അധിക്ഷേപിക്കുന്ന തരത്തിൽ ആഡംബര കല്യാണമൊന്നും അവിടെ നടന്നിട്ടില്ല എന്ന് പറയാൻ ശ്രമിച്ചതാണ്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ പുരാതന കാലത്ത് ഓരോ ആചാരങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് പ്രശ്നം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഉസ്താദുമാർക്ക് ഇങ്ങനെ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത്. എന്തായാലും ഇവിടെ ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, ചില മതപണ്ഡിതന്മാർ സമദ് സഖാഫിയെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നുള്ളത്. അതിൽ പ്രധാനിയായിരുന്നു നമ്മുടെ നൗഷാദ് ബാക്കവി. നൗഷാദ് ബാക്കവി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫേമസ് ആയ ഒരു മതപണ്ഡിതനാണ്. അദ്ദേഹം ഈ പാട്ടിനെ കുറിച്ച് എന്താണ് പറയുന്നത് കൂടി നമുക്കൊന്ന് കേട്ടോക്കാം. നട്ടലുള്ളായി ഇപ്പോ ബുർദയ്ക്ക് പകരം പുതിയാപ്പിളയുടെയും പുതിയവണ്ണിന്റെയും മദ്ഹായി. ബുർദ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹല്ലേ. അതിന് പകരം ഇപ്പൊ പുതിയവണ്ണിന്റെയും പുതിയാപ്പിളയുടെയും മദ്ഹായി. അതിങ്ങനെ കണ്ടിട്ട് ചില ആളുകൾ അതിന്റെ അടിയിൽ എഴുതുകയാണ്,
നൗഷാദ് ബാക്കവി ഒരു ബാക്കവിയും ഇതിനെതിരെ പ്രസംഗിക്കൂല. പിന്നെ എന്റെ കൊച്ചാപ്പാട മക്കളല്ലേ അത് പാടാൻ പോയത്. പുതിയാപ്പളയുടെ മദ്ഹ് എന്നിട്ട് പുതിയ ഇറങ്ങി വരുമ്പോ റുസ്തമോൾ റുസ്തമോൾ റുസ്തമോൾ. നട്ടലുള്ള ഒരാണ് ആ വീട്ടിലില്ലാതായിപ്പോയി. ഈമാനുള്ളവൻ, നട്ടല്ലുള്ളെന്ന് ഞാൻ പറയണില്ല, ഈമാനുള്ള ഒരാണ് ആ വീട്ടിലില്ലാതായിപ്പോയി. ഈ തലേക്കെട്ടും കെട്ടി ഈ ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് ഈ റുസ്തമോളെ ഉണ്ടാക്കണ്ട. അല്ലാത്ത വേഷത്തിൽ പോയിരുന്ന് നിങ്ങൾ എന്ത് അഭിപ്രായം വേണോ കാണിച്ചു. എന്ത് മോശാണ്. പുതിയാപ്പള ഇതുവരെ കാണിക്കാത്തത് റുസ്തമൊക്കെ കാണിക്കാൻ പോകുന്നു എന്നാണ് പാട്ടിൽ പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് പറയാനുള്ളത് അങ്ങ് പറഞ്ഞു. പക്ഷെ നൗഷാദ് ബാക്കവിയെ പോലുള്ള വലിയ പണ്ഡിതനും കൂടി ഇങ്ങനെ പറഞ്ഞപ്പോൾ സമദിനെയും കുടുംബത്തിനെയും എതിരെയുള്ള അധിക്ഷേപങ്ങൾ ഒന്നും കൂടെ അങ്ങ് വർദ്ധിച്ചു. ഈമാനുള്ള ഒരാൾ പോലും ആ കുടുംബത്തിൽ ഇല്ലായിരുന്നു എന്നൊക്കെ തരത്തിലുള്ള ഇത്രയും കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ വേണ്ടിയില്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇതൊന്നും അത്ര വലിയ സംഭവമാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിനും വലിയ തെറ്റുകൾ ചെയ്യുന്ന എത്രയോ ഉസ്താദുമാരുണ്ട്. മദ്രസയിൽ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന എത്രയോ ഉസ്താദുമാരുടെ വാർത്തകൾ നമ്മൾ കേട്ടതാണ്. അങ്ങനെയുള്ള ഗൗരവമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ഉസ്താദുമാർ പ്രഭാഷണം നടത്തേണ്ടത്. അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നവർ എന്ന് കരുതി എല്ലാ ഉസ്താദുമാരും അങ്ങനെയാണെന്നല്ലോ കേട്ടോ. പലരും അങ്ങനെ ജനറലൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ഉസ്താദുമാരും കുട്ടികളെ പീഡിപ്പിക്കുന്നവരാണെന്നും പറഞ്ഞുകൊണ്ട്. അതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കരുതെന്ന് മാത്രം. അവരെയൊക്കെ കണ്ടെത്തി പുറത്താക്കണം. എന്തായാലും നൗഷാദ് ബാക്കവി പിന്നീട് സമദ് സഖാഫിയെ വിളിച്ച് മാപ്പ് പറഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അതങ്ങനെ തീർന്നു. ഇതൊക്കെ അത്രയേ ഉള്ളൂ. ഒരു പാട്ട് പാടിയെന്ന് വെച്ച് ഇസ്ലാം അത് അങ്ങോട്ട് ഇല്ലാണ്ടാകാനൊന്നും പോകുന്നില്ല. അതൊക്കെ ഒരു ഫണ്ണായി കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഉപദേശിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മതപണ്ഡിതന്മാർ. നിങ്ങൾ എല്ലാവരും ഉപദേശിച്ചാൽ മാത്രം പോരല്ലോ. ഉപദേശിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി മാതൃകയാക്കുകയും കൂടി ചെയ്യണമല്ലോ. അല്ലെങ്കിൽ ആളുകൾ പൊങ്കാലിടുന്നുള്ളത് ഉറപ്പാണ്. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.